അതിരില്ലാതെ പരസ്പരം ട്രോളി നമ്മളെ നല്ലപോലെ ചിരിപ്പിച്ച അതിരടി ടീമിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂസിനോടുള്ള നന്ദി സൂചകമായിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി അതിരടി കണ്ടു. ഈ ഇൻ്റർവ്യൂസ് കണ്ടവർക്ക് മൂവിയുടെ പ്ലോട്ട് ഓൾമോസ്റ്റ് കിട്ടിക്കാണും. ഞാൻ ഷാനിൻ്റെയും വിനീതിൻ്റെയും റോള് വരെ അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെയാണ് പ്രഡിക്റ്റ് ചെയ്തത്. എഗെയിൻ അവർ പറയുന്ന പോലെ തന്നെ നല്ലൊരു കളർഫുൾ കോളേജ് ലൈഫ് ഉണ്ടായിരുന്ന ആർക്കും ഈ മൂവിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് കോളേജ് ഫെസ്റ്റൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളവർക്ക്. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. എൻ്റെ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് കോളേജ് ഫെസ്റ്റിൻ്റെ പിന്നാലെ നടന്നിരുന്നതാണ്. ഇവർ ഇതിൽ റെഫറൻസ് പറയുന്ന CET ധ്വനിയും പിന്നെ മരിയൻ്റെ ഫെസ്റ്റ്, തേവര ഫെസ്റ്റ്, അങ്ങനെ പല ഫെസ്റ്റുകളും SB കോളേജ് ST കോളേജിൻ്റെ ഒക്കെ ഫെസ്റ്റ് നമ്മൾ കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിൽ ഈ പറയുന്ന ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. അതായത് സീനിയേഴ്സ് നടത്തിപ്പോയ ഡിപ്പാർട്ട്മെൻറ്റ് ഫെസ്റ്റ് പിന്നാലെ വന്ന ബാച്ചുകാർക്ക് നടത്താൻ പറ്റാണ്ട് വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സെമസ്റ്റർ സിസ്റ്റം, അറ്റൻഡൻസ്, ഇൻറ്റേർണൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫെസ്റ്റ് മുഴുവൻ കൊട്ടയിലിട്ടു. കംപ്ലീറ്റ് കോളേജിൽ ഒറ്റ ഫെസ്റ്റ് എന്നൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു മാനേജ്മെൻറ്റ്. അന്ന് ഇതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു വികാരമുണ്ട്. ഈശ്വര, സീനിയേഴ്സ് നടത്തിയിട്ട് നമുക്ക് നടത്താൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നത് വലിയൊരു പരാജയമായിട്ട് നമ്മൾ കാണാം. ഇതിൽ കൂടെ പോയവർക്കിത് മനസ്സിലാവും. ബട്ട് മൂവിയിൽ ഇതിന് കുറച്ചും കൂടി ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റീസണിങ് കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവാൻ കുറച്ചും കൂടി ഒരു സ്ട്രോങ് കണക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പിന്നെ പടം മെസ്സേജ് ഒരു ഫൺ, കളർഫുൾ, ഹാപ്പനിങ് ഒരു പടമാണ്. എല്ലാവരും പെർഫോമൻസ് വൈസ് അവരുടെ ക്യാരക്ടർ ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്തു. ചെറിയതായ ഒരു മിസ്ഫിറ്റ് ഫീൽ ചെയ്തത് ഡെല്ലേലുവിൻ്റെ ക്യാരക്ടറാണ്. ദെൻ ലുക്ക് വൈസ് ടോവിനോ. പിന്നെ പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് ആണോ മൂവി ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഐ ഹാഡ് മോർ ഫൺ വാച്ചിങ് പ്രൊമോഷൻ ഇൻ്റർവ്യൂസ്. മൂവി ഒരു വൺ ടൈം ഫൺ വാച്ച്, ബട്ട് പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് കുറച്ചധികം നാൾ എയറിൽ നിൽക്കും. So that's all from me. Thank you so much. Bye-bye.